ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ ഈ സെമ്മിൽ പഠിക്കാനുള്ള ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ലാസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് CVP അനാലിസിസ്. ഓക്കെ, നമുക്കറിയാം ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ മാനേജേഴ്സിന് ഒരുപാട് ഡിസിഷൻസ് എടുക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ മാനേജേഴ്സ് ഡിസിഷൻ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിയിലുള്ള ടോട്ടൽ കോസ്റ്റിനെ അവർ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അതിലെ വേരിയബിൾ കോസ്റ്റ് മാത്രം എടുത്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ അല്ലെങ്കിൽ മാനേജേഴ്സ് ഒരു ഓർഗനൈസേഷനിൽ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്നില്ല? കാരണം ഫിക്സഡ് കോസ്റ്റ് ഷോർട്ട് പീരീഡിൽ ഫിക്സഡ് ആണ്, കോൺസ്റ്റൻ്റ് ആണ്. നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് വേരിയബിൾ കോസ്റ്റിനെയാണ് അല്ലേ. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതോറും അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതോറും കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ അവിടെ കാരണം ആകുന്നത് വേരിയബിൾ കോസ്റ്റാണ് അല്ലേ. അപ്പോൾ വേരിയബിൾ കോസ്റ്റിനെ കൺട്രോൾ ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിന് ഉണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെയാണ് എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് വേണം ഒരു മാനേജർ ഡിസിഷൻ എടുക്കാൻ. ഓക്കെ, അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആക്കും. എന്നിട്ട് അതിൽ വേരിയബിൾ കോസ്റ്റിനെ മാത്രം എടുത്തിട്ട് പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യും. ഓക്കെ, ദെൻ അതിൻ്റെ ബേസിസിൽ ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ്. ഇത് കോസ്റ്റിംഗ് ടെക്നിക്കാണ്, മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ല. ഇറ്റ് ഈസ് എ ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ് which differentiate between fixed cost and variable and charging only variable cost to the product. അപ്പോൾ പ്രൊഡക്റ്റിന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ, ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നില്ല. കാരണം ഫിക്സഡ് കോസ്റ്റ് അൺകൺട്രോളബിൾ ആണ്, അത് ഫിക്സഡ് ആണ് ഷോർട്ട് പീരീഡിന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഫിക്സഡ് കോസ്റ്റ്, എന്താണ് വേരിയബിൾ കോസ്റ്റ് എന്ന് നോക്കാം. Fixed costs are those costs which do not change as the volume of production or level of activity changes അല്ലേ. അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റിൽ യാതൊരു ചേഞ്ചസ് വരുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച് അല്ലേ, ചേഞ്ച് ചെയ്യുന്നില്ല ആസ് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ചസ് അല്ലേ. വോളിയം ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരാത്ത കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിക്സഡ് കോസ്റ്റിനെ നമുക്ക് ടൈം കോസ്റ്റ് അല്ലെങ്കിൽ പീരീഡ് കോസ്റ്റ് എന്നും കൂടി പറയാൻ പറ്റും. കാരണം ആ ഒരു പർട്ടിക്കുലർ പീരീഡിനാണ് നമ്മൾ ആ കോസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫിക്സഡ് കോസ്റ്റിൻ്റെ കർവ്സ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിന് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് വരുന്നത് അല്ലേ. അതെന്തുവാണ്? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും ഫിക്സഡ് കോസ്റ്റിന് യാതൊരു വ്യത്യാസമില്ല, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ അത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്തോറും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണ് ചെയ്യുന്നത്? ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്തോറും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ യാതൊരു മാറ്റമില്ല, അത് ഫിക്സഡ് ആണ്. സോ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അല്ലേ. ഇത് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എടുക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡും, പക്ഷേ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നതുമാണ്, ചേഞ്ച് ചെയ്യുന്നതും ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് വേരി ഇൻ പ്രൊപ്പോർഷൻ ടു ചേഞ്ച് ഇൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലേ. അതായത് പ്രൊഡക്ഷനിൽ എന്ത് ചേഞ്ചസ് ആണോ വരുന്നത് അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ വരുന്ന ചേഞ്ചസിന് അനുസരിച്ചിട്ട് അതേ പ്രൊപ്പോർഷനിൽ കോസ്റ്റിനും ചേഞ്ചസ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്.
അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്യുക, പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഡിക്രീസ് ചെയ്യുക. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇതൊക്കെ എന്താണ്, വേരിയബിൾ കോസ്റ്റാണ് അല്ലേ. അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും തോറും അങ്ങനെയുള്ള കോസ്റ്റ് ഇൻക്രീസ് ആകും. ഓക്കെ, ഇനി നമുക്ക് വേരിയബിൾ കോസ്റ്റിന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് കോസ്റ്റ് എന്നുള്ള ഒരു പേരും കൂടി പറയും. എന്താണ്, വേരിയബിൾ കോസ്റ്റിന് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്നും കൂടി പറയും. ഇനി നമുക്ക് വേരിയബിൾ കോസ്റ്റിൻ്റെ കർവ്സ് നോക്കാം. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എൻ്റെ കർവ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പാണ് വരുന്നത്. ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്ത് റൈറ്റിലോട്ട് അപ്വേർഡായിട്ട് വരുന്നൊരു കർവാണ് നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താണ്, സീറോ, പ്രൊഡക്ഷൻ സീറോ ആകുമ്പോൾ കോസ്റ്റും സീറോ, പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റ് കൂടി വരും അല്ലേ. അപ്പോൾ പ്രൊഡക്ഷനിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട് വേരിയബിൾ കോസ്റ്റിലും ചേഞ്ചസ് വരുന്നത് കൊണ്ടാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് ഇങ്ങനൊരു കർവ് വന്നത്. നമുക്കിനി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കർവ് നോക്കാം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കർവ് നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിന് ഹൊറിസോണ്ടലായിട്ടാണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കർവ് വരുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ ഹൊറിസോണ്ടലായി വന്നത്? കാരണം പ്രൊഡക്ഷനിൽ എന്ത് ചേഞ്ചസ് ആണോ വരുന്നത് അതേ പ്രൊപ്പോർഷനിൽ തന്നെയാണ് വേരിയബിൾ കോസ്റ്റിലും ചേഞ്ചസ് വരുന്നത് അല്ലേ. സോ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ നമുക്കിവിടെ നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നതും പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഫോർ ഷോർട്ട് പീരീഡ്. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ചേഞ്ച് ചെയ്യുന്നതായിരിക്കും, വേരി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഒരു മാർക്കിന് മേ ബി ചോദിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മാർജിനൽ കോസ്റ്റ്. ഓക്കെ, എന്താണ് മാർജിനൽ കോസ്റ്റ്? നിങ്ങൾ എക്കണോമിക്സിലൊക്കെ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്, കോസ്റ്റിങ്ങിലും പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് മാർജിനൽ കോസ്റ്റ്? ഇറ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ് അല്ലേ. എക്സ്ട്രാ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇൻകർ ചെയ്യുന്ന എക്സ്ട്രാ കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഇൻകർ ചെയ്ത കോസ്റ്റ് എത്രയാണ്? ₹5,000 അല്ലേ. 101 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്രയാണ് കോസ്റ്റ് വന്നിരിക്കുന്നത്? 5,040. ഓക്കെ, അപ്പോൾ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 5,000 ഉണ്ടായിരുന്നുള്ളൂ. എക്സ്ട്രാ ഒരു യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ, അതായത് ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 101 ആയപ്പോൾ എക്സ്ട്രാ കോസ്റ്റ് എത്ര കൂടി? ₹40 കൂടി അല്ലേ. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ₹40 ആണ് അല്ലേ. ഒരു യൂണിറ്റ് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകർ ചെയ്ത എക്സ്ട്രാ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 40 ആണ്. സോ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 40 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ 40 എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കുമോ വേരിയബിൾ കോസ്റ്റ് ആയിരിക്കുമോ? നമുക്കറിയാം 100 യൂണിറ്റ്സ് ആണെങ്കിലും 101 യൂണിറ്റ്സ് ആണെങ്കിലും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടിനും സെയിം ആയിരിക്കും. ഓക്കെ, വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുന്നത് എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. സി 40 എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? മാർജിനൽ കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റ്. എന്താ പറയാം? മാർജിനൽ കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, സോ മാത്തമാറ്റിക്കലി നമുക്ക് മാർജിനൽ കോസ്റ്റിനെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, വേരിയബിൾ ഓവർഹെഡ്, ഇത്രയും എലമെൻസിൻ്റെ സം ടോട്ടൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ്. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്താണ്? പ്രൈം കോസ്റ്റ്. എന്താണ്? പ്രൈം കോസ്റ്റ്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷനെ എങ്ങനെ എഴുതാം? മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ് എന്നായി എഴുതാം. ഓക്കെ, അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് എ അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ പ്രൊഡ്യൂസിങ് additional unit of output. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്
കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ്. നമ്മൾ മെയിൻലി 2 ടെക്നിക്സ് ആണ് ഇപ്പോൾ നോക്കുന്നത്, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങും. ഓക്കെ, എന്താണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്? ഇറ്റ് ഈസ് എ കോസ്റ്റിംഗ് ടെക്നിക് അല്ലേ, whereby fixed cost as well as variable cost are allotted to cost units അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്രൊഡക്റ്റിന് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ചാർജ് ചെയ്യും. ഇതൊരു കൺവെൻഷണൽ ടെക്നിക്കാണ്. അപ്പോൾ നമ്മളിവിടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇൻവെൻട്രി അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ വാല്യൂ ചെയ്യുന്നത് അറ്റ് ഫുൾ കോസ്റ്റാണ്. ഫുൾ കോസ്റ്റ് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്നത് ഫിക്സഡ് കോസ്റ്റും ചാർജ് ചെയ്യുന്നുണ്ട്, വേരിയബിൾ കോസ്റ്റും ചാർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ കോസ്റ്റിന് നമുക്ക് ഫുൾ കോസ്റ്റ് ഓർ ടോട്ടൽ കോസ്റ്റ് ടെക്നിക് എന്നും കൂടി പറയാം. ഓക്കെ, അതേസമയം മാർജിനൽ കോസ്റ്റിംഗ് ആണെങ്കിലോ, ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ഇൻ വിച്ച് വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ആസ് കമ്പയർഡ് ടു ഫിക്സഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് അല്ലേ. ഇവിടെ മാർജിനൽ കോസ്റ്റിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ടോട്ടൽ കോസ്റ്റിന് ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് തന്നെ സെപ്പറേറ്റ് ചെയ്യും, എന്നിട്ട് വേരിയബിൾ കോസ്റ്റ് മാത്രമേ പ്രൊഡക്റ്റിന് നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ വേരിയബിൾ കോസ്റ്റിനാണ്. ഇവിടെ വേരിയബിൾ കോസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, മാർജിനൽ കോസ്റ്റിങ്ങിനെ നമ്മൾ എന്തും കൂടി പറയും, വേരിയബിൾ കോസ്റ്റിങ്ങും കൂടി പറയും. ഓക്കെ, ഓൾറെഡി നമ്മളിത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ദെൻ നെക്സ്റ്റ് അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ അസംഷൻസ് ഒക്കെ കാണാണ്ട് പഠിക്കുക. ചിലപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് എസ്സേ വരും. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ഒക്കെ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അസംഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം. ഫസ്റ്റ് അസംഷൻസ് എന്താണ്, ഓൾ കോസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 കാറ്റഗറീസ് അല്ലേ. കോസ്റ്റ് നമുക്ക് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. എന്തൊക്കെയാണ്? ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി അല്ലേ. ഏത് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിലും, അതായത് എത്ര വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആയാലും അവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അത് ചേഞ്ച് ചെയ്യുന്നില്ല. ദ നെക്സ്റ്റ് അസംഷൻസ് എന്താണ്, ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡസ് നോട്ട് വേരി. അതായത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യും, പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി ആ ഡയഗ്രാമൊക്കെ നോക്കി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് അസംഷൻ എന്താണ്, പ്രൈസ് ഓഫ് മെറ്റീരിയൽ, റൈറ്റ്സ് ഓഫ് ലേബർ എക്സെട്ര റിമെയിൻ അൺചേഞ്ച്ഡ് അല്ലേ. അതായത് മെറ്റീരിയലിൻ്റെ പ്രൈസും ലേബർ കോസ്റ്റും ഒക്കെ എന്താണ്, അൺചേഞ്ച്ഡ് ആണ്, കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള അസംഷൻ. ദെൻ സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ഇവിടെ സെല്ലിംഗ് പ്രൈസും കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള അസംഷൻ ആണ്. പിന്നെ നെക്സ്റ്റ് അസംഷൻ, വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ ഓൺലി ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ കോസ്റ്റ്. കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ, അത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ഇതൊക്കെ അസംഷൻസ് ആണ്. ദർ ഈസ് നോ സ്റ്റോക്ക്. ഓക്കെ, ഇത്രയും അസംഷനാണ് മാർജിനൽ കോസ്റ്റിങ്ങിന് ഉള്ളത്, പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുക, അതിനെ ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ കോസ്റ്റിന് സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് മാത്രമേ ചാർജ് ചെയ്യുള്ളൂ, വേരിയബിൾ കോസ്റ്റ് മാത്രമേ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുള്ളൂ. ഓക്കെ, സോ നമ്മുടെ മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോസ്റ്റിംഗ് ടെക്നിക്സ് ആണ് ഏത്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കി. നമുക്ക് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെയും അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെയും ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് വൺ, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ചാർജ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നോക്കാം, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ ഓൾ കോസ്റ്റ് ആർ ചാർജ്ഡ്. ഓൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യും. പക്ഷേ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ എന്ത് ചാർജ് ചെയ്യും, ഓൺലി വേരിയബിൾ കോസ്റ്റേ ചാർജ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ നോക്കുകയാണെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സും വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ നമ്മൾ വാല്യൂ ചെയ്യുന്നത് അറ്റ് ടോട്ടൽ കോസ്റ്റിലായിരിക്കും. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യും. പക്ഷേ നമ്മുടെ മാർജിനൽ കോസ്റ്റിങ്ങിലാണെങ്കിൽ ഇവിടെ സ്റ്റോക്കും വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ നമ്മൾ വാല്യൂ ചെയ്യുന്നത് അറ്റ് മാർജിനൽ കോസ്റ്റ് മാത്രമായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ്
ഇവിടെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നമ്മൾ പ്രോഫിറ്റിന് ബേസിസിലാണ് ഡിസിഷൻ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് അല്ലേ. അതായത് നമ്മൾ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. പക്ഷേ നമ്മുടെ മാർജിനൽ കോസ്റ്റിങ്ങിലുള്ളത് മാർജിനൽ പ്രോഫിറ്റാണ്, അതായത് കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ കോൺട്രിബ്യൂഷൻ നമ്മളിവിടെ കാണുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടും. ഈ കോൺട്രിബ്യൂഷൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ഇവിടെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണെങ്കിൽ ഇവിടെ ആക്ച്വൽ പ്രോഫിറ്റിൻ്റെ ബേസിസിലും, മാർജിനൽ കോസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ മാർജിനൽ പ്രോഫിറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക. ഓക്കെ, ദെൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിനാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റിപ്പോർട്ടിങ്ങിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതായത് മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് കൂടുതലും യൂസ് ചെയ്യുക. ദെൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്തോറും, അതായത് പ്രൊഡക്ഷൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്തോറും കോസ്റ്റ് പെർ യൂണിറ്റ് റെഡ്യൂസ് ചെയ്യും. കാരണം നമ്മുടെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ബോത്ത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും നമ്മൾ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കൂടുന്തോറും കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസ് ആകും. പക്ഷെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്കറിയാം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് ദ സെയിം അറ്റ് ഓൾ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. മാർജിനൽ കോസ്റ്റിങ്ങിൽ കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം തന്നെ ആയിരിക്കും, കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും. ദെൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ നോട്ട് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഓൾറെഡി പറഞ്ഞ എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കുന്നതിലധികം യൂസ് ചെയ്യുന്നില്ല. പക്ഷെ മാർജിനൽ കോസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ മാർജിനൽ കോസ്റ്റിംഗ് ആണ്. ഓക്കെ, മാർജിനൽ കോസ്റ്റിങ്ങിന് ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്. സിമ്പിളാണ്, നമുക്ക് ഈസി ആയിട്ട് മാർജിനൽ കോസ്റ്റിംഗ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോഫിറ്റ് പ്ലാനിങ്ങിന് ഹെൽപ്ഫുള്ളാണ്. കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോളിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ മാർജിനൽ കോസ്റ്റിംഗ്. കാരണം നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നില്ല, നമ്മൾ കൂടുതലും കൺസിഡർ ചെയ്യുന്നത് ഏതാണ്, വേരിയബിൾ കോസ്റ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ കുറവായിരിക്കും. പിന്നെ പ്രൈസിങ് പോളിസിയൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം, മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജ് ഏതിനുണ്ട്, മാർജിനൽ കോസ്റ്റിങ്ങിനുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ഉള്ളതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിങ്ങിന് എന്തുണ്ട്, ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ കോസ്റ്റിനെ ഫിക്സഡ് ആൻഡ് വേരിയബിൾ എന്ന് പറഞ്ഞ് രണ്ടായി ക്ലാസിഫൈ ചെയ്യണം അല്ലേ. അതൊരു ഡിഫിക്കൽട്ടി ടാസ്ക്കാണ്. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ഇൻവെൻ്ററി സ്റ്റോക്കിനെയൊക്കെ നമ്മൾ വാല്യൂ ചെയ്യുന്നത് ഏതിലായിരിക്കും, വേരിയബിൾ കോസ്റ്റിൻ്റെ ബേസിസിലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഫിക്സഡ് കോസ്റ്റ് കൂടുതലുള്ള ഇൻഡസ്ട്രീസിൽ നമുക്ക് ഏത് അഡോപ്റ്റ് ചെയ്യാൻ കഴിയില്ല, മാർജിനൽ കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഷിപ്പ് ബിൽഡിംഗ്, അതുപോലെ തന്നെ കോൺട്രാക്ട് കോസ്റ്റിംഗ് അങ്ങനെയുള്ളതിലൊന്നും നമുക്ക് ഏത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല, മാർജിനൽ കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് വേരിയബിൾ കോസ്റ്റിലാണ്. ഓൺലി വേരിയബിൾ കോസ്റ്റ് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ, ഫിക്സഡ് കോസ്റ്റ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല. സോ സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അണ്ടർ വാല്യുവേഷൻ സ്റ്റോക്കാണ് അല്ലേ. അതിൻ്റെ റിയൽ വാല്യൂ അല്ല കാണിക്കുക. റിയൽ വാല്യൂ നോക്കുകയാണെങ്കിൽ അതിൽ ഫിക്സഡ് കോസ്റ്റും കൂടി വരണം, പക്ഷേ വേരിയബിൾ മാത്രമേ ചാർജ് ചെയ്തിട്ടുള്ളൂ. സോ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറച്ചിട്ടാണ് കാണിക്കുന്നത്. സോ അണ്ടർ വാല്യുവേഷൻ സ്റ്റോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കാണിക്കുന്നത് അക്യുറേറ്റ് പ്രോഫിറ്റ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറവായതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫയർ ഇൻഷുറൻസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കിന് എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് റിക്കവർ ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ടേ കിട്ടുള്ളൂ, ഫുള്ളായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പിന്നെ ഷോർട്ട് റൺ അനാലിസിസ് എന്ന് പറയുന്നത്, കാരണം നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ഫിക്സഡ് ഓൺലി ഫോർ ഷോർട്ട് പീരീഡ് അല്ലേ. ഷോർട്ട് റൺ കേസിൽ മാത്രമേ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കുന്നുള്ളൂ, ലോങ് റണ്ണിൽ എല്ലാതും വേരിയബിൾ ആണ്
ഓക്കെ. അപ്പോൾ ഷോർട്ട് റൺ അനാലിസിസിന് മാത്രമേ നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് എന്നൊരു ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എക്കണോമിക്സിലൊക്കെ ഇത് ഒരുപാട് പഠിച്ചതാണ്. ഓക്കെ. അതുപോലെ തന്നെ ടൈം ഫാക്ടർ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഒരുപാട് ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുതലും കൊടുത്തിരിക്കുന്നത് സെല്ലിങ്ങിനാണ്, സെയിൽസിനാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസ് ഒക്കെ മാർജിനൽ കോസ്റ്റിങ്ങിനുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് 2 കേസാണ് കോസ്റ്റിംഗ് ടെക്നിക്കിൽ നോക്കുന്നത്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പോൾ ബാക്കിയുള്ളത്, അതായത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, ബാക്കി അവിടെ നിന്ന് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, അതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ, ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ മെയിൻലി നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഇൻട്രോഡക്ഷൻ ആണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കി, ഫിക്സഡ് കോസ്റ്റ്, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് എന്താണെന്ന് നോക്കി. ദെൻ കോസ്റ്റിംഗ് ടെക്നിക്സ് ആയ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.